ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാൻലി തോട്ടത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. ആൻ്റപ്പൻ വന്ന് വാതിക്കൽ തലകാട്ടി. സാബ്, എന്താടോ? ബൂട്ട്സ് ഇടുന്നതിനിടയിൽ സ്റ്റാൻലി ചോദിച്ചു. പൗലോസ് കാണാൻ വന്നിരിക്കുന്നു. ഏത് പൗലോസ്? ഇവിടുത്തെ കുക്കായിട്ട് നിന്ന അവനോ? അവൻ കുക്കായിട്ട് നിന്നവനല്ല, കക്കാനായിട്ട് നിന്നവനാ. അവൻ എന്തിനാണ് വന്നത്? സാബിനെ കാണണമെന്ന്. ജാക്കറ്റ് കൂടി ധരിച്ച ശേഷം ജീപ്പിന്റെ സ്വിച്ച് കീയും എടുത്ത് സ്റ്റാൻലി മുറിവിട്ടിറങ്ങി. അയാൾ പൂമുഖത്ത് ചെന്നപ്പോൾ പൗലോസ് അവിടെ ഭയഭക്തി ധാരകങ്ങളോടെ നിൽപ്പുണ്ട്. സ്റ്റാൻലിയെ കണ്ട് അയാൾ തലകുനിച്ചു വണങ്ങി. പൗലോസിന് എന്തു പറ്റി? എലിപ്പനി പിടിച്ചോ? ആകെ ഒരു ക്ഷീണം. സുഖമില്ലായിരുന്നു മുതലാളി. താൻ എത്ര ദിവസം കഴിഞ്ഞു തിരിച്ചു വരുമെന്നോ എന്നോട് പറഞ്ഞിട്ടാ പോയത്? 4 അതോ 5? മുതലാളി, ഞാൻ പെട്ടെന്ന് വരാൻ വേണ്ടി പോയതാ, പക്ഷെ സുഖമില്ലാതായിപ്പോയി. തനിക്ക് പകരം തൻ്റെ പട്ടിയായിരിക്കും വരുന്നതെന്ന് താൻ ഇവിടെ രാജപ്പനോടും ബൈജുവിനോടും പറഞ്ഞിരുന്നില്ലേ? ഞാനിവിടെ തൻ്റെ പട്ടി വരുന്നത് നോക്കി ഇരിപ്പാണ്. ഒരു പട്ടിക്കൂടും ഞാൻ ശരിയാക്കിയിട്ടുണ്ട് മുതലാളി. ഞാൻ വെറുതെ അവന്മാരോടൊരു തമാശ പറഞ്ഞതാ. എൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു പട്ടി പോലുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ താൻ ഒരെണ്ണത്തിന് ഇങ്ങോട്ട് വിട്ടേനെ അല്ലേടോ? ഇല്ല മുതലാളി. സ്റ്റാൻലി ജീപ്പ് ഇട്ടിരുന്ന ഷെഡിലേക്ക് നടന്നു. പൗലോസ് പിന്നാലെ ചെന്നു. മുതലാളി, ഞാൻ ജോലിക്ക് കയറിക്കോട്ടെ? എന്ത് ജോലിക്ക്? ഇവിടെ കുക്കായിട്ട്. പൗലോസ് ഞരങ്ങി. പൗലോസേ, നീ തിരിച്ചു വരുമെന്ന് കരുതി ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു. ഒടുവിൽ പകരം ആളെ വെച്ചു. നീ ഒഴിവുണ്ടാകുമ്പോൾ പറയാം. സ്റ്റാൻലി ജീപ്പിൽ കയറിയിരുന്നു. മുതലാളി, എനിക്കൊരബദ്ധം പറ്റിയതാ. ഞാൻ ഇവിടുന്ന് പോകരുതായിരുന്നു. എനിക്ക് ഒരബദ്ധം പറ്റി. നിന്നെ ഞാനിവിടെ നിർത്തരുതായിരുന്നു പൗലോസേ. ഞാൻ ഇനിയൊരിക്കലും എനിക്ക് പറ്റിയ തെറ്റ് ആവർത്തിക്കത്തില്ല മുതലാളി. ഞാനും എനിക്ക് പറ്റിയ തെറ്റ് ആവർത്തിക്കത്തില്ല. സ്റ്റാൻലി ജീപ്പ് ഓടിച്ച് തോട്ടത്തിലേക്ക് പോയി. പൗലോസ് അത് കുട്ടിച്ചായനെ ചെന്ന് കണ്ടു. എന്നെ സഹായിക്കണം, വേറൊരു നിവൃത്തിയുമില്ലാഞ്ഞിട്ടാ. ഞാൻ ഈ നാട്ടുകാരനല്ല പൗലോസേ. പുനലൂര എൻ്റെ സ്വദേശം. അത് കുട്ടിച്ചായൻ നിഷ്കരണം കൈയൊഴിഞ്ഞു. അങ്ങനെ പറയരുത്. ഇനി എൻ്റെ കയ്യിൽ നിന്ന് ഒരു കുഴപ്പവും വരത്തില്ല. മുമ്പ് നിന്റെ കയ്യിൽ നിന്ന് കുറേ അബദ്ധങ്ങളും കുഴപ്പങ്ങളും വന്നിട്ടുണ്ട് അല്ലേടാ? എന്തായിരുന്നടാ നിന്റെ അഹങ്കാരം? ആ പെങ്കൊച്ച് എന്തൊരു മര്യാദയാക്കിയാ നിന്നോട് പെരുമാറിയത്. അവൾ ലാലിച്ചൻ്റെ മകളാണെന്നും നിനക്കറിയില്ലായിരുന്നല്ലോ. പക്ഷെ ആ അധികാരം വല്ലതും നിന്റെ അടുത്ത് കാണിച്ചോ? വളരെ വിനയത്തിലും നയത്തിലും ചില കാര്യങ്ങൾ പറഞ്ഞു തിരിക്കുകയല്ലേ ചെയ്തുള്ളൂ. പക്ഷെ അന്നേരം നിനക്ക് അഹങ്കാരം. ഞാൻ സമ്മതിച്ചല്ലോ, എനിക്ക് ചില അബദ്ധങ്ങൾ പറ്റിപ്പോയി. അല്ല പൗലോസേ, നീ എന്താ വിചാരിച്ചേ? ലാലിച്ചൻ സ്വന്തം മകളെ പിരിച്ചുവിട്ടിട്ട് നിന്നെ പ്രധാനമന്ത്രിയായിട്ട് വാഴിക്കുമെന്നോ? കള്ളത്തരത്തിൻ്റെ ആശാനല്ലായിരുന്നോടോ നീ? അത് കണ്ടുപിടിച്ചതും നല്ല വാക്കും ക്ഷമയും പറഞ്ഞ് ഇവിടെ നിൽക്കുന്നതിന് പകരം നീ ലാലിച്ചനെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ജോലി ഇട്ടിട്ട് പോയി. ദാണ്ടേ, ലാലിച്ചൻ നീ ഇല്ലാത്ത കാരണം പട്ടിണി കിടന്ന് കോലം കിട്ടു. നിന്റെ തൃക്കൈ കൊണ്ട് പാചകം ചെയ്ത് കൊടുത്താലല്ലേ അവൻ വല്ലതും കഴിക്കൂ. പൗലോസ് നിരാശനായി നിന്നു. അത് കുട്ടിച്ചാൻ പതിയെ പിന്തിരിഞ്ഞു. വാതിൽ കടക്കാൻ നേരം ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഇത്ര കൂടി പറഞ്ഞു. നീ ആ പെങ്കൊച്ചിൻ്റെ കാല് പിടിച്ചു നോക്ക്, അല്ലാതെ വേറൊരു രക്ഷയുമില്ല. അലീന കിച്ചണിലായിരുന്നു. വർക്കേരിയിലേക്ക് പിന്നിലെ വരാന്തയിൽ ആരോ ചുമക്കുന്നത് കേട്ട് അവൾ തല നീട്ടി നോക്കി. അലീന പെട്ടെന്ന് വർക്കേരിയുടെ വാതിക്കലേക്ക് ചെന്നു. ആഹാ, പൗലോസ് ചേട്ടനായിരുന്നു. ഇതെന്തു പറ്റി? ക്ഷീണിച്ചു പോയല്ലോ. സുഖമില്ലായിരുന്നു, അതുകൊണ്ടാ. അങ്ങോട്ടിരിക്കെ. അലീന ചൂണ്ടിക്കാണിച്ച് ബെഞ്ചിലേക്ക് പൗലോസ് ഇരുന്നു. എന്തൊക്കെയുണ്ട് പൗലോസ് ചേട്ട വിശേഷങ്ങൾ? രാവിലെ വല്ലതും കഴിച്ചായിരുന്നോ? ഒരു ചായ എടുക്കട്ടെ? പൗലോസ് ഒന്നും മിണ്ടിയില്ല. അലീന പോയി ചായ എടുത്തുകൊണ്ട് വന്നു. പൗലോസിന് കൊടുത്തു. ഇത് കൊടുക്കുമ്പോഴേക്കും കഴിക്കാനുള്ളത് എടുത്തു വയ്ക്കാം. പൗലോസ് ബെഞ്ചിലിരുന്ന് ചായ മോന്തി കുടിച്ചു. ഇത്രയും രുചിയുള്ള ഒരു ചായ ജീവിതത്തിൽ ഒരിക്കലും കുടിച്ചിട്ടില്ല എന്ന് അയാൾക്ക് തോന്നി. അലീന അയാൾക്ക് കഴിക്കാൻ പാലപ്പവും സ്റ്റൂവും എടുത്തു വർക്കേരിയിലെ ചെറിയൊരു ഡൈനിങ് ടേബിളിൽ വെച്ചു. എന്നിട്ട് പൗലോസ് ചേട്ടനെ വിളിച്ചു. അയാൾ ചെന്ന് കഴിക്കാനിരുന്നു. പൗലോസിന് അവളുടെ മുഖത്ത് നോക്കാൻ വിഷമമായിരുന്നു. ആഹാരം കഴിക്കുന്നതിനിടയിൽ അയാൾ ചുറ്റുപാടും കണ്ണോടിച്ചു. താൻ കിച്ചണിൽ കൈകാര്യം ചെയ്തിരുന്നപ്പോൾ ഇല്ലാത്ത വൃത്തിയും വെടിപ്പും അടുക്കും ചിട്ടയുമെല്ലാം അയാൾ എല്ലായിടത്തും കണ്ടു. ഭക്ഷണം കഴിച്ച ശേഷം അയാൾ എഴുന്നേറ്റ് കൈ കഴുകി. ഇനി എന്ത് പറയണമെന്നറിയാതെ വിഷണ്ണനായി നിന്നു. ഇവിടെ ഇന്ന് പോയ ശേഷം പൗലോസ് ചേട്ടൻ 3 സ്ഥലത്ത് ജോലിക്ക് നിന്നു അല്ലേ? അലീന ചോദിച്ചു. ഒരു ഹോട്ടലിലും 2 വീടുകളിലും. ഹോട്ടലിൽ നല്ല ശമ്പളമുണ്ടായിരുന്നു. പക്ഷേ വെളുപ്പിന് 4 മണിക്ക് തുടങ്ങുന്ന ജോലി തീരുന്നത് രാത്രി 11. ഇടയ്ക്കൊന്ന് കുത്തിയിരിക്കാൻ സമയമില്ല. ഒരു വീട്ടിൽ ജോലിക്ക് നിന്നപ്പോൾ ശമ്പളം കുറഞ്ഞു പോയി. വേറൊരിടത്ത് നിന്നപ്പം അധികാരം സ്വാതന്ത്ര്യവും തീരെയില്ല. പൗലോസ് തല കുനിച്ചു നിന്ന് കേട്ടു. ഇവിടെയായിരുന്നപ്പോൾ എന്ത് സുഖമായിരുന്നു പൗലോസ് ചേട്ടന്. മനസ്സിലായല്ലോ. ജോലി
തീർത്തിട്ട് വിശ്രമിക്കാൻ ഇഷ്ടംപോലെ സമയം പൗലോസേട്ടന് ചോദ്യം ചെയ്യാനോ പൗലോസേട്ടൻ്റെ അധികാര പരിധിയിലേക്ക് കടന്നു കയറാനോ ആരുമില്ലായിരുന്നു. നല്ല ശമ്പളവും ഉണ്ടായിരുന്നു. പപ്പയ്ക്കാണെങ്കിൽ പൗലോസേട്ടനില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലെന്നൊരു വിചാരമുണ്ടായിരുന്നു. എല്ലാ സ്വാതന്ത്ര്യവും പപ്പ തന്നില്ലേ? പക്ഷേ പൗലോസേട്ടൻ തിരിച്ച് ആ നന്ദി പപ്പയോട് കാണിച്ചു. ഇല്ല, തട്ടിപ്പും വെട്ടും ഒക്കെ നടത്തി പപ്പയെ പറ്റിച്ചോണ്ടിരുന്നു. ഭയങ്കര കഷ്ടമല്ലേ പൗലോസേട്ടാ അത്? പൗലോസിന് തല ഉയർത്തി പിടിക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. അതെല്ലാം പോട്ടെ, പപ്പയ്ക്ക് നഷ്ടം വരുത്തിയതാണെങ്കിലും നോക്കണ്ടായിരുന്നു പൗലോസേട്ടൻ? ആവശ്യമില്ലാത്ത അത്രയും സാധനങ്ങൾ വാങ്ങി കേടാക്കി കളയുക, ഭക്ഷണം ഉണ്ടാക്കുന്നതിനിടയിൽ മനഃപൂർവ്വം കുറേ നഷ്ടപ്പെടുത്തുക, ഉണ്ടാക്കിയ ഭക്ഷണം വേസ്റ്റ് കൂമ്പാരത്തിൽ തള്ളുക, ഇതൊക്കെയല്ലേ പൗലോസേട്ടൻ ചെയ്തുകൊണ്ടിരുന്നത്? നമുക്ക് ചോറും ശമ്പളവും തരുന്നവരോട് ഒരു കൂറും നന്ദിയൊക്കെ വേണ്ടേ? അത് പൗലോസേട്ടൻ കാണിച്ചില്ല. അതുകൊണ്ടാണ് അന്ന് ഞാൻ ഇടപെട്ടത്. അല്ലാതെ പൗലോസേട്ടനുള്ള വിരോധം കൊണ്ടൊന്നുമല്ല. ഇപ്പോഴുമില്ല വിരോധം. പൗലോസ് മെല്ലെ മുഖമുയർത്തി. കുറ്റബോധത്തോടെ അയാൾ പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിപ്പോയി. തെറ്റുപറ്റി എന്ന് പറയാൻ ആർക്കും സാധിക്കും? 2-3 വാക്കിൻ്റെ ചെലവല്ലേ ഉള്ളൂ. മുൻപ് തെറ്റുപറ്റിയിരുന്നു എന്ന് പിന്നീടുള്ള പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. അതാണ് ശരിക്കുള്ള മാപ്പ് പറച്ചിൽ. എന്തായാലും പൗലോസേട്ടൻ ഇവിടെ നിൽക്ക്. പപ്പ വരുമ്പോൾ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. സ്റ്റാൻലി തോട്ടത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ ഉച്ചയായി. അയാൾ ഊണ് കഴിക്കാനിരുന്നപ്പോൾ അലീന പൗലോസേട്ടൻ്റെ കാര്യം പറഞ്ഞു. അയാളെ ഞാൻ രാവിലെ കണ്ടിരുന്നല്ലോ, തിരിച്ചു പോയില്ലേ? സ്റ്റാൻലി ചോദിച്ചു. തെറ്റ് ചെയ്തവർക്ക് തിരുത്താൻ ഒരു അവസരം കൊടുക്കണ്ടേ പപ്പ? തിരുത്താനുള്ള അവസരം നമ്മൾ കൊടുത്തിരുന്നല്ലോ. അയാളത് വേണ്ടെന്ന് വെച്ച് പോയതല്ലേ. എല്ലാവരും ഒരുപോലെ ബുദ്ധിമാന്മാരല്ലല്ലോ പപ്പ. ചിലർ ആദ്യം കിട്ടുന്ന അവസരത്തിൽ തന്നെ ജയിച്ചു കയറിപ്പോകും. ചിലരൊക്കെ എത്ര അവസരം കിട്ടിയാലാവുന്ന രക്ഷപ്പെടുന്നത്. സ്റ്റാൻലി അലീനയെ സൂക്ഷിച്ചു നോക്കി. എനിക്ക് വെച്ച് വിളമ്പിത്തന്നു നീ മടുത്തോ? മടുത്തു, അലീന പരിഭവിച്ചു. നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. പിന്നീട് എൻ്റെ മുമ്പിൽ പരാതിയുമായിട്ട് വന്നേക്കരുത്. എവിടെ പൗലോസ്? അലീന എഴുന്നേറ്റ് പോയി പൗലോസിനെ വിളിച്ച് ഊണുമേശയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അയാൾ തലകുനിച്ചു നിന്നു. ഇവിടെ നോക്കടാ, സ്റ്റാൻലി പരുഷ സ്വരത്തിൽ പറഞ്ഞു. പൗലോസ് മുഖമുയർത്തി. എൻ്റെ മോളൊരു വാക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം തനിക്കൊരു ചാൻസ് കൂടി തരികയാണ്. ഇനി എന്തെങ്കിലും അഹങ്കാരം കാണിച്ചാൽ പിന്നെ മാപ്പില്ല. പൗലോസ് ഒരു ദീർഘശ്വാസം എടുത്തു തലയാട്ടി. നിന്നെ സ്ഥിരമായിട്ട് എടുത്തതല്ല. കുറേ ദിവസം ഞങ്ങൾ നോക്കും നിന്റെ പെരുമാറ്റമൊക്കെ നല്ലതാണോന്ന്. സൂക്ഷിച്ചു നിന്നാൽ നിനക്ക് കൊള്ളാം. അത് കുട്ടിച്ചായൻ്റെ അഭിപ്രായമായിരുന്നു അത്. പിന്നീട് പൗലോസിനെ കണ്ടപ്പോൾ ബൈജു ചെറുതായൊന്നു കളിയാക്കി. ഏതായാലും കിലുക്കത്തിൽ ഇന്നസെൻ്റ് ചെയ്തതുപോലെ കേണൽ സാറിനെ ചീത്ത വിളിച്ചിട്ട് പോകാമായിരുന്നത് നന്നായി. അതിന് അന്ന് പൗലോസേട്ടൻ ലോട്ടറി ടിക്കറ്റൊന്നും എടുത്തിട്ടില്ലായിരുന്നല്ലോ. രാജപ്പന് ചെറിയൊരു ഒളിയമ്പ് കൊടുത്തു. ഈസ്റ്റർ വരികയാണ്. അവധക്കുട്ടിച്ചായന് ഇത്തവണ ഈസ്റ്റർ ആഘോഷം പുനലൂരിൽ നടത്തണമെന്ന് ഒരാഗ്രഹം. കുടുംബാംഗങ്ങളെല്ലാം തറവാട്ടിൽ വിളിച്ചുകൂട്ടി ഒന്നാന്തരം ഒരു ആഘോഷമാക്കി മാറ്റണം. പക്ഷെ അവധക്കുട്ടിച്ചായന് സ്റ്റാലിയോട് അത് പറയാൻ ധൈര്യം പോരാ. അയാൾ അലീനയെ ശരണം പ്രാപിച്ചു. അലീന ഇക്കാര്യം സ്റ്റാലിയുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്നേറ്റു. പക്ഷെ അവധക്കുട്ടിച്ചായൻ ഒരു പ്രത്യുപകാരം ചെയ്യണം. അവൾക്ക് സ്റ്റാലിയുടെ മുമ്പിൽ ഒരപേക്ഷ വയ്ക്കാനുണ്ട്. പെസഹ വ്യാഴം അവൾക്ക് ചില അനാഥാലയങ്ങൾ സന്ദർശിക്കണം. അതിനുള്ള അനുമതി സ്റ്റാൻലിയിൽ നിന്ന് വാങ്ങണം. അക്കാര്യം അവധക്കുട്ടിച്ചായനും ഏറ്റു. അവധക്കുട്ടിച്ചായൻ്റെ അപേക്ഷയുമായി ആദ്യം അലീനയാണ് സ്റ്റാൻലിയെ സമീപിച്ചത്. പപ്പ, നമുക്ക് ഈ വർഷം ഈസ്റ്റർ പുനലൂരിൽ വെച്ച് ആഘോഷിച്ചാലോ? പപ്പയുടെ അനുജന്മാരും മക്കളും തറവാട്ടിൽ വിളിച്ചുകൂട്ടി ഒരു പെരുന്നാൾ പോലെ. വേണ്ട, അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല, സ്റ്റാൻലി തീർത്തു പറഞ്ഞു. അഞ്ജലിന്ന് അവരൊക്കെ കൂടി വിളിക്കാം പപ്പ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇവിടെ വെച്ചുള്ള ആഘോഷങ്ങളൊക്കെ മതി. അലീന തോറ്റമട്ടിൽ അവധക്കുട്ടിച്ചായനെ നോക്കി. അവധക്കുട്ടിച്ചായൻ ഇടപെട്ടു. ലാലിച്ച, അലീന നമ്മുടെ കുടുംബത്തിലോട്ട് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഈസ്റ്റർ അല്ലേ? അത് നമ്മൾ കുടുംബക്കാരെല്ലാം ചേർന്ന് ആഘോഷിക്കണ്ടേ? ഓഹോ, അപ്പച്ചനാണ് അവളെ കൊണ്ടിത് പറയിപ്പിച്ചത് അല്ലേ? ആണെങ്കിൽ എന്താടാ, ന്യായമായ ആവശ്യമല്ലേ ഞാൻ പറഞ്ഞത്? അവധക്കുട്ടിച്ചായന് ചുണ്ടി കയറി. അപ്പച്ചന് വേറെ പണിയൊന്നുമില്ലേ? അപ്പച്ചനൊരു കാര്യം ചെയ്യുക, നേരെ പുനലൂർക്ക് വിട്ടോ. അവിടെ ചെന്ന് ഈസ്റ്റർ എല്ലാം ആഘോഷിച്ചിട്ട് സൗകര്യം പോലിങ്ങ് വന്നാൽ മതി. അത് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാം. നീ ആരാ എന്നോട് കൽപ്പിക്കാൻ? നീ എന്നാടാ വലിയ കേണലായത്? എൻ്റെ മടി കിടന്ന് മതി. അലീന ഇടപെട്ടു. അവധക്കുട്ടിച്ചായൻ ദേഷ്യമടക്കി പിടിച്ച സ്റ്റാലിയുടെ മുമ്പിൽ നിന്നുപോയി. ഈ പുനലൂര് വെച്ച് തന്നെ ഈസ്റ്റർ ആഘോഷിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? സ്റ്റാൻലി ആരോടെന്നില്ലാതെ ചോദിച്ചു. ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടോ? സ്റ്റാൻലി അലീനയെ നോക്കി. ഞാൻ വായിച്ചിട്ടില്ല, അലീന ചെറുചിരിയോടെ പറഞ്ഞു. പുനലൂര് വെച്ച് ആഘോഷിക്കാൻ പാടില്ലെന്നും അതിലില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി നാടകമാണോ ഇത്? സ്റ്റാൻലി ചോദിച്ചു. അലീന സമ്മതം മൂളി. ഇത്രയും കാലം ആർക്കും പുനലൂര് വെച്ച് ആഘോഷം നടത്തണ്ടായിരുന്നു. സ്റ്റാൻലിക്ക് പേരുള്ള ഒരു മകൾ
മകൻ കുളത്തൂപ്പുഴ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടെന്ന് ഈ അപ്പച്ചൻ ഇന്ന് വരെ ഓർത്തിട്ടില്ല. ക്രിസ്മസും ഈസ്റ്ററും ഓണവും എല്ലാ വർഷവും ഉണ്ടായിരുന്നതല്ലേ. ആർക്കും വേണ്ടായിരുന്നല്ലോ സ്റ്റാൻലിയെ. പപ്പയുടെ ഉള്ളിൽ എവിടെയൊക്കെയോ അമർഷം പുകഞ്ഞു കിടപ്പുണ്ടെന്ന് അലീനയ്ക്ക് തോന്നി. എന്നും എങ്ങനെ ആർക്കും വേണ്ടാത്തവരായിട്ട് നമ്മൾ ഇരിക്കണോ പപ്പ? ഇപ്പം നല്ല ഡിമാൻഡുണ്ടല്ലോ, അതങ്ങ് വരവ് വെച്ചാ പോരെ? അലീന സ്റ്റാൻലിയുടെ മുഖത്തേക്ക് പാളി നോക്കി. ഇല്ല, ഒട്ടും അയവില്ല. അവൾ രംഗത്തു നിന്ന് പിൻവാങ്ങി. പിറ്റേന്ന് അത്താഴം കഴിഞ്ഞ് സ്റ്റാൻലി കൈ കഴുകുമ്പോഴാണ് അവധക്കുട്ടിച്ചാൻ അലീനയുടെ ആഗ്രഹത്തെപ്പറ്റി സ്റ്റാൻലിയോട് പറഞ്ഞത്. അവൾക്ക് പെസഹവ്യാഴത്തിന് ഏതൊക്കെയോ അനാഥാലയത്തിൽ പോകണമെന്നു പറഞ്ഞു. എന്തിന്? അവൾക്ക് ആരെയൊക്കെയോ കാണണമെന്നോ അവിടെ എന്തൊക്കെയോ വാങ്ങിക്കൊടുക്കണമെന്നോ അവധക്കുട്ടിച്ചാൻ പൂർത്തിയാക്കാതെ നിർത്തി. എന്താ അലീന പ്രശ്നം? സ്റ്റാൻലി നേരിട്ട് ചോദിച്ചു. പെസഹവ്യാഴമല്ലേ പപ്പ, ചില ഓർഫനേജുകളിൽ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. എന്ത് സാധനങ്ങൾ? അപ്പവും റൊട്ടിയും ശർക്കരയും തേങ്ങയും, പിന്നെ ഈസ്റ്റർ ആഘോഷിക്കാനുള്ള. അതോ പള്ളിയിൽ എവിടെയെങ്കിലും കൊടുത്താൽ പോരെ? ഒരു ദാനധർമ്മം നടത്തണം എന്നല്ലേ ഉള്ളൂ. നീ ഒരു ഓർഫനേജിലാണ് കുറെ കൊല്ലം താമസിച്ചതും വളർന്നതും, സമ്മതിച്ചു. എന്ന് വെച്ച് അത് ജീവിതകാലം മുഴുവൻ തലയിൽ വെച്ചുകൊണ്ട് നടക്കണോ? എനിക്കത് മറക്കാൻ പറ്റില്ല പപ്പ. ശരി, ഭവിജൻ്റെ കയ്യിലോട്ട് ഒരു ലിസ്റ്റ് എഴുതി കൊടുത്തേക്ക്. കൊടുക്കേണ്ടതൊക്കെ അവൻ വാങ്ങി കൊടുത്തോളൂ. അത് പോരാ പപ്പ, ഞാൻ തന്നെ പോകണം. ഞാൻ ഓർത്തു പപ്പയും എൻ്റെ കൂടെ വരുമെന്ന്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇപ്പോഴും ഓരോ അനാഥാലയത്തിലുണ്ട്. എൻ്റെ പപ്പയാണെന്ന് പറഞ്ഞ് അവർക്ക് പരിചയപ്പെടുത്താമല്ലോ എന്ന് വിചാരിച്ചു. ഞാനും കൂടി വരാനോ? എനിക്ക് ഓർഫനേജ് എന്ന് കേൾക്കുന്നതേ ഇഷ്ടമില്ല. കണ്ട അനാഥകളുടെയൊക്കെ മുമ്പിൽ വിളിച്ചോണ്ട് പോയി എന്നെ പരിചയപ്പെടുത്തിയിട്ട് എന്താ കാര്യം? എനിക്കത് നാണക്കേടാണ്. സ്റ്റാൻലി യാതൊരു മയവും ഇല്ലാതെ പറഞ്ഞു. അതല്പം കൂടിപ്പോയെന്ന് അത് കുട്ടിച്ചായന് തോന്നി. അലീനയുടെ മുഖം വാടിപ്പോയിരുന്നു. പപ്പ ഇങ്ങനെ പറയുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. അലീനയുടെ സ്വരത്തിൽ സങ്കടം കലർന്നു. ഓരോ ക്രിസ്മസ് വരുമ്പോഴും ഈസ്റ്റർ വരുമ്പോഴും പപ്പയുടെ മകൾ കഴക്കൂട്ടത്തെ ഒരു അനാഥാലയത്തിൽ കാത്തിരുന്നിട്ടുണ്ട്. ആരെങ്കിലും ഒരു കേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ അപ്പമോ റൊട്ടിയോ കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയോടെ. ആരെങ്കിലും കൊണ്ടുവരുമായിരുന്നു. സന്തോഷത്തോടെ അത് പങ്കിട്ട് കഴിച്ചിട്ടുള്ളവരാണ് ഞാൻ. എത്രയോ വർഷം. ഇപ്പോഴും ഓരോ അനാഥാലയങ്ങളിൽ അനാഥ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് കാത്തിരിക്കുന്നത്. ഒരു കഷ്ണം അപ്പത്തിനും റൊട്ടിക്കും വേണ്ടി ഒരു തവണയെങ്കിലും പപ്പ എൻ്റെ കൂടെ വന്ന് അവരെ സന്തോഷിപ്പിക്കണ്ടേ? പപ്പ എത്ര വർഷം കൊടുത്താലും ആ കടപ്പാട് തീരുമോ പപ്പ? അലീന നിറകണ്ണുകളോടെ സ്റ്റാൻലിയെ നോക്കി. പിന്നെ തിരിഞ്ഞു കിച്ചണിലേക്ക് പോയി. സ്റ്റാൻലി സ്തംഭിച്ചു നിൽക്കുകയാണ്. അത് കുട്ടിച്ചായനും പതുക്കെ രംഗത്ത് നിന്ന് പിൻവലിഞ്ഞു. സ്റ്റാൻലി ഞെട്ടി ഉണർന്നതുപോലെ കൺമിഴിച്ച് ചുറ്റും നോക്കി. ആരുമില്ല. മുറിയിലെത്തിയ ഉടൻ 2 പെഗ് തുടരെ ഒഴിച്ചു കുടിച്ചു. ചുരുട്ട് പുകച്ചുകൊണ്ട് മുറിയിലൂടെ നടന്നു. കണ്ണിനകത്ത് കുരുങ്ങിക്കിടക്കുന്ന ദൃശ്യത്തെ മായ്ക്കാനെന്നോണം അയാൾ കണ്ണു ചുമ്മി. ഏതോ ഓഫനേജ് വരാന്തിൽ രാവിലെ മുതൽ വഴിക്കണ്ണുമായി ഇരിക്കുന്ന ഒരു അനാഥ പെൺകുഞ്ഞ്. സ്റ്റാൻലി വീണ്ടും കണ്ണു ചുമ്മി. ഇല്ല, മായുന്നില്ല. ലൈറ്റ് അണിച്ച് ഉറങ്ങാൻ കിടന്നതേ ഉള്ളൂ അലീന. വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ട് അവൾ ലൈറ്റിട്ടു എഴുന്നേറ്റ് ചെന്നു. വാതിൽ തുറന്നു. സ്റ്റാൻലി വാതിലിനപ്പുറം നിൽപ്പുണ്ടായിരുന്നു. നീ ഉറങ്ങിയായിരുന്നോ? ഇല്ല, അലീന പറഞ്ഞു. ലൈറ്റ് കണ്ടില്ല, ഇപ്പം അണച്ചതേ ഉള്ളൂ. സ്റ്റാൻലി മുറിക്കകത്ത് കടന്നു. റൂമിലൂടെ ഒന്ന് ചുറ്റി നടന്നു. നീ എന്താ AC ഇടാത്തത്? അതിനല്ലേ ഞാൻ വാങ്ങി വെച്ചിരിക്കുന്നത്. ഫാനുണ്ടല്ലോ, അത് മതി പപ്പ. വെറുതെ എന്തിനാ അത്രയും കറണ്ട് ചിലവാക്കുന്നേ? ശരി, നീ കിടന്നു. ഞാൻ കുറച്ചു നേരം TV കാണട്ടെ. എൻ്റെ റൂമിലെ TV അത്ര ശരിയല്ല. സ്റ്റാൻലി TV ഓൺ ചെയ്തു. റിമോട്ട് സെറ്റ് കയ്യിലെടുത്തു ചാനൽ മാറ്റിക്കൊണ്ട് നിന്നു. ഇടയ്ക്ക് അലീനയെ നോക്കി. എന്തിനാ നിൽക്കുന്നേ? കിടന്നോ. അലീന കിടക്കയിലിരുന്നു. സ്റ്റാൻലി AC ഓൺ ചെയ്തു. ക്രമേണ നനുത്ത തണുപ്പ് മുറിയിൽ വ്യാപിച്ചുകൊണ്ടിരുന്നു. അലീന ഒന്നിനു മീതെ ഒന്നായി തലയിണകൾ അടുക്കി വെച്ചതിനു മേലെ ചെന്ന് ചാഞ്ഞു കിടന്നു. കുറെ കഴിഞ്ഞ് സ്റ്റാൻലി TV നിർത്തി. അലീന ഷീറ്റ് പുതച്ചിരിക്കുന്നത് കണ്ട് അയാൾ ചോദിച്ചു, തണുക്കുന്നുണ്ടോ നിനക്ക്? AC ഓഫ് ചെയ്ത് സ്റ്റാൻലി കിടക്കയിൽ അലീനക്കരികെ ഇരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കി. ഏതൊക്കെ ഓർഫനേജുകളിലേക്കാണ് നിനക്ക് പോകേണ്ടത്? പോകേണ്ടെന്നല്ലേ പപ്പ പറഞ്ഞത്? അവൾ പരിഭവത്തോടെ പറഞ്ഞു. പോകാം. സ്റ്റാൻലി ശബ്ദം താഴ്ത്തി. എപ്പോഴാണ് പോകേണ്ടത്? വ്യാഴാഴ്ച രാവിലെ പോകണോ അതോ ഉച്ച കഴിഞ്ഞോ? രാവിലെ പോകണം. ഞാൻ ബൈജുവിനെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം പപ്പ. അത് വേണ്ട, ഞാൻ വരാം. നിനക്ക് എന്നെ പരിചയപ്പെടുത്തണ്ടേ നിന്റെ പപ്പയാണെന്ന്? അലീനയ്ക്ക് കരച്ചിൽ വന്നു. പപ്പയ്ക്ക് നാണക്കേടല്ലേ? വേണ്ട. സ്റ്റാൻലി അവളുടെ കരം ഗ്രഹിച്ചു. അത് പപ്പ അറിയാതെ പറഞ്ഞു പോയതാ. സോറി, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എൻ്റെ മോളെ 23 വർഷക്കാലം വളർത്തിയ സ്ഥലമല്ലേ. എനിക്കൊരു നാണക്കേടുമില്ല. അവിടെ വേണമെങ്കിലും പോകാം. അലീന ഏങ്ങലടിച്ചുകൊണ്ട് അയാളുടെ കൈത്തണ്ടയിലേക്ക് മുഖം അണച്ചു. സാരമില്ല, പപ്പയൊരു പട്ടാളക്കാരനല്ലേ, അതുകൊണ്ടാണ്. അയാൾ വലതു കരം കൊണ്ട് അവളുടെ കവിളത്തും നെറ്റിയിലും തലോടി.
കാർ ഓടിക്കൊണ്ടേയിരുന്നു. കാറിൻ്റെ ഡിക്കിയിലെ പിൻസീറ്റിൽ നിറയെ ഓരോരോ ഓർഫനേജിലേക്കുള്ള സംഭാവന ചെയ്യാനുള്ള പലഹാരങ്ങളും റൊട്ടികളും പഴങ്ങളുമാണ്. രാവിലെ ആരംഭിച്ച യാത്രയാണ്. പുനലൂർ, കൊട്ടാരക്കര, ആയൂർ, കിളിമാനൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ അനാഥാലയങ്ങളിൽ സന്ദർശിച്ചുകൊണ്ട് നെയ്യാറ്റിൻകര വഴി പൊഴിയൂർ വരെ പോയി. മടക്കത്തിൽ തിരുവനന്തപുരത്തും നെടുമങ്ങാടുമുള്ള അനാഥാലയങ്ങൾ സന്ദർശിച്ചു. നെടുമങ്ങാട്ടെ തൃപ്പരപ്പ് ഓപ്പൺ ഓർഫനേജിൽ അലീന തന്നോടൊപ്പം സ്നേഹനിധികത്തിൽ ഉണ്ടായിരുന്ന അന്തേവാസികളിൽ ചിലരെ കണ്ടുമുട്ടി. അലീന സ്റ്റാൻലി അവർക്ക് പരിചയപ്പെടുത്തി. എൻ്റെ പപ്പയാ. കഴക്കൂട്ടത്ത് വന്നപ്പോൾ സ്നേഹനിവേദനം ഒടുവിൽ നടത്തിയിരുന്നത് വാടക കെട്ടിടം അലീന സ്റ്റാൻലിക്ക് കാട്ടിക്കൊടുത്തു. അത് ഒരു കുടുംബം വസിക്കുന്ന വീടായിരുന്നു. രൂപാന്തരപ്പെട്ടിരുന്നു. ആദ്യം ഞങ്ങൾ താമസിച്ചിരുന്നതും ബ്രിജിത്തമ്മയുടെ സ്വന്തമായിരുന്നതുമായ കെട്ടിടവും അലീന സ്റ്റാൻലിയെ കാണിച്ചു. ആൾവാസമില്ലാതെ അടഞ്ഞു കിടക്കുന്ന ആ കെട്ടിടത്തോട് ചേർന്ന് സ്കൂൾ ഷെഡ് പോലെ തോന്നിപ്പിക്കുന്ന ഒരു മേൽക്കൂരയും കാണാമായിരുന്നു. ആസ്പെറ്റാസ് ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയ്ക്ക് മീതെ ധാരാളം പാഴ്ചെടികൾ വളർന്ന് ഉണങ്ങി നിന്നിരുന്നു. ഇവിടെയാ എനിക്ക് ഓർമ്മ വെച്ചത്. ഒരുപാട് വർഷം ഇവിടെ താമസിച്ചു. ആ ഷെഡ് നിറയെ അഗതികളുണ്ടായിരുന്നു, അലീന സ്റ്റാൻലിയോട് പറഞ്ഞു. മുൻപ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ വിളനിലമായിരുന്ന ആ സ്ഥലം ഇന്നൊരു മൃദുഭൂമി പോലെ തോന്നിച്ചു. ബ്രിജിത്താമമ്മി അടക്കിയ സെമിത്തേരിയിലേക്ക് പോകാനിറങ്ങിയ അലീന സ്റ്റാൻലിയോട് പറഞ്ഞു. പപ്പ കാറിൽ ഇരുന്നാൽ മതി കേട്ടോ, ഞാൻ ഇപ്പം വരാം. പക്ഷേ സ്റ്റാൻലി ഇറങ്ങി കൂടെ ചെല്ലുക തന്നെ ചെയ്തു. സെമിത്തേരിയിൽ ബ്രിജിത്താമമ്മിയെ സംസ്കരിച്ച കല്ലറയ്ക്ക് മീതെ സ്ലാബിന്മേൽ വാടിക്കരിഞ്ഞ പൂക്കളും ഛിന്നഭിന്നമായി റീത്തുകളും പാതിയുരുകിയ മെഴുകുതിരികളും അവൾ കണ്ടു. സ്ലാബിന് മീതെ മറ്റാരുടെയോ പേര് കോറിയിട്ടിരിക്കുന്നു. ആ കല്ലറയ്ക്കുള്ളിൽ മറ്റൊരു ശവസംസ്കാരം കൂടി നടന്നു കഴിഞ്ഞിരിക്കുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. ബ്രിജിത്താമമ്മയുടെ ശവകുരീടം കളങ്കപ്പെട്ടതുപോലെ വിഷമം അലീനയ്ക്കുണ്ടായി. ജീവിതത്തിൻ്റെ നല്ല പങ്കും അനാഥർക്കും അനശ്വരർക്കും വേണ്ടി ഒഴിഞ്ഞുവെച്ച ത്യാഗിനിയായ ആ അമ്മയ്ക്ക് 6 അടി മണ്ണ് പോലും സ്വന്തമായില്ലല്ലോ എന്നോർത്ത് അവൾ വേദനിച്ചു. കണിയാപ്പുറത്ത് കോൺവെന്റിലും അലീന സ്റ്റാൻലിയെ കൂട്ടിക്കൊണ്ടുപോയി. അവിടുത്തെ കന്യാസ്ത്രീകൾക്ക് സ്റ്റാൻലിയെ പരിചയപ്പെടുത്തി. എൻ്റെ പപ്പയാ, അവൾ പറഞ്ഞു. കന്യാസ്ത്രീകൾ സംശയത്തോടെ നോക്കുന്നത് കണ്ട് അവൾ ആവർത്തിച്ചു പറഞ്ഞു. സംശയിക്കേണ്ട, എൻ്റെ സ്വന്തം പപ്പയാ. പക്ഷേ കോൺവെന്റിലെ കന്യാസ്ത്രീകൾക്ക് അലീന കുട്ടിയായിരിക്കുമ്പോഴേ അവളെ അറിയാം. 23 വയസ്സുള്ള ഇങ്ങനെ ഒരാളെ അവൾ കണ്ടിട്ടില്ല. പക്ഷെ അലീനയ്ക്ക് കഥകൾ വിസ്തരിച്ച് പറയാനൊന്നും സമയമില്ല. യഥാർത്ഥ വിവരങ്ങൾ അവൾക്ക് അറിയുകയുമില്ല. അവളുടെ ധർമ്മസങ്കടം കണ്ട് സ്റ്റാൻലി പറഞ്ഞു. ഞാൻ നിന്റെ പപ്പയാണെന്ന് പറയണ്ട, ആര് വിശ്വസിക്കും? എല്ലാവരും നിന്റെ മുഖത്ത് സംശയമാണ്. എനിക്ക് പറയണം, ഞാൻ നുണയല്ലല്ലോ പറയുന്നത്, സത്യമല്ലേ? അലീന ചാട്ടിയും പിടിച്ചു. കഴക്കൂട്ടത്ത് നിന്ന് മടങ്ങുമ്പോഴേക്കും നേരെ സന്ധ്യയായി. തിരിച്ചു വരുമ്പോൾ കൊല്ലത്ത് ത്യാഗഭവനത്തിൽ കയറി ചിന്നുമോളെ കാണണമെന്നുണ്ടായിരുന്നു അലീനയ്ക്ക്. പക്ഷേ ആറ്റിങ്ങലുള്ള ഓർഫനേജിൽ കൂടി കയറി ഇറങ്ങുമ്പോഴേക്കും നേരം നന്നേ വൈകി. ഇനി വർക്കലയിലും പോകാനുണ്ട്. പപ്പ ക്ഷീണിതനാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ഇടയ്ക്കിടെ കോട്ടുവായിടുന്നുണ്ട്. മദ്യപിക്കാത്തതിൻ്റെ അസ്വസ്ഥതയുമുണ്ടെന്ന് തോന്നി. വർക്കലയിലെ ഓർഫനേജിൽ കൊടുക്കാനുള്ള ഗിഫ്റ്റ് പാക്കറ്റുകളുമായി അലീന ഇറങ്ങിയപ്പോൾ ഒപ്പം ചെല്ലാൻ തുനിഞ്ഞ സ്റ്റാൻലിയോട് അവൾ പറഞ്ഞു. പപ്പ കാറിലിരുന്നാൽ മതി, ഞാനിപ്പം വരാം. സ്റ്റാൻലി സമ്മതിച്ചു. അവൾ തിരിച്ചു വന്നപ്പോൾ സ്റ്റാൻലി സ്റ്റിയറിങ്ങിൽ തലവെച്ച് ഉറങ്ങുകയാണ്. അലീന ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അയാൾ ഞെട്ടിയുണർന്നു. അലീന സീറ്റിലേക്ക് കയറിയിരുന്നു. അയാളുടെ ഇടതു തോളിൽ പിടിച്ചു. യാചന സ്വരത്തിൽ അവൾ പറഞ്ഞു. പപ്പ സോറി, നമുക്ക് തിരിച്ചു പോകാം. ഇനി 2 സ്ഥലത്തു കൂടി പോകാനില്ലേ? വേണ്ട, പപ്പയ്ക്ക് വയ്യ. അത് സാരമില്ല, നമുക്ക് പോകാം. സ്റ്റാൻലി ഉഷാറായി നിവർന്നിരുന്നു. അലീന വിതുമ്പിക്കൊണ്ട് അയാളുടെ തോളിലേക്ക് മുഖം ചായച്ചു. സോറി, പപ്പയുടെ വയ്യായ്മ ഞാൻ കണ്ടില്ല. സോറി, ഇനി എങ്ങും പോകണ്ട പപ്പ. സ്റ്റാൻലി അവളുടെ പുറത്തുകൂടി കൈ ചുറ്റി ചേർത്ത് പിടിച്ചുകൊണ്ട് മുഖത്തേക്ക് ഉറ്റുനോക്കി. നിനക്ക് സന്തോഷമായോ? അവൾ തേങ്ങി. ഓക്കെ. സ്റ്റാൻലി കാർ സ്റ്റാർട്ട് ചെയ്തു. ഇരുട്ടിൻ്റെ പരവര വെളിച്ചത്തിൽ 2 തുരങ്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഹെഡ്ലൈറ്റുകൾ പ്രകാശിച്ചു. കാർ പിന്നെയും ഓടിത്തുടങ്ങി. ദുഃഖവെള്ളി കഴിഞ്ഞു. ശനിയാഴ്ച ബ്രേക്ക്ഫാസ്റ്റിനിരുന്നപ്പോൾ അതുകുട്ടിച്ചാൻ സ്റ്റാൻലിയോട് പറഞ്ഞു. ലാലിച്ച, നിന്റെ മോളുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുത്തു. നിന്റെ അപ്പൻ്റെ യാതൊരു വിലയുമില്ല അല്ലേ? അപ്പച്ചന് വിലയില്ല എന്ന് ആര് പറഞ്ഞു? സ്റ്റാൻലി ചോദിച്ചു. ഉണ്ടായിരുന്നെങ്കിൽ നീ എൻ്റെ ആഗ്രഹം സാധിച്ചു തരുമായിരുന്നു. ഓ, പുനലൂർ ഈസ്റ്റർ ആഘോഷിക്കുന്ന കാര്യം, അത് അപ്പച്ചൻ ഇതുവരെ വിട്ടില്ലേ? അടുത്ത കൊല്ലം ഞാനില്ലെങ്കിൽ നീ ഇരുന്ന് ഓർക്കും. അപ്പച്ചൻ്റെ ആശ നടത്തി കൊടുക്കേണ്ടതായിരുന്നെന്ന്. മക്കൾ അപ്പന്മാരുടെ വില മനസ്സിലാക്കി വരുമ്പോഴേക്കും അവർ ഈ ലോകം വിട്ടു പോയി കഴിഞ്ഞിരിക്കും. അങ്ങനെ പതിവ്. ഇനി നീയായിട്ട് ആ പതിവ് തെറ്റിക്കേണ്ട. സ്റ്റാൻലി ഒന്നും മിണ്ടിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് മുറിയിലെത്തിയ ശേഷം അയാൾ അലീനയെ വിളിച്ചു പറഞ്ഞു. നീ ചെന്ന് അപ്പച്ചനോട് പറ പുനലൂർക്ക് പോകാമെന്ന്. ഇത്തവണ കൊട്ടാരമറ്റം തറവാട്ടിൽ വെച്ച് ഈസ്റ്റർ ആഘോഷിച്ചില്ലെന്ന പരാതി വേണ്ട.
നേരാണോ പപ്പ? അപ്പോൾ നമ്മളോട് കൂടിയാ പറഞ്ഞത്. ചിന്നമ്മയില്ലാതെ കിളവൻ ഇവിടുന്ന് പോകുമോ പുനലൂർക്ക്? അലീനയ്ക്ക് ചിരി വന്നു. ഈ പപ്പയുടെ ഒരു കാര്യം ചിലപ്പോൾ ഒരു പിടിയും കിട്ടത്തില്ല. അലീന ആഹ്ലാദത്തോടെ ഓടിപ്പോകുന്നത് നോക്കി സ്റ്റാൻലി ചെറുചിരിയോടെ നിന്നു. അലീന അത് കുടിച്ചതിൻ്റെ മുമ്പിൽ ചെന്ന് ഒരു വിളംബരം നടത്തി. ഈ വർഷത്തെ ഈസ്റ്റർ മഹാമഹം പുനലൂർ കൊട്ടാരമറ്റം തറവാട്ടിൽ വെച്ച് പൂർവാധികം ഭംഗിയായി കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് റിട്ടയർഡ് ലെഫ്റ്റനന്റ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ ഓർഡർ. കൊട്ടാരമറ്റത്തിൽ അവതക്കുട്ടിച്ചാൻ എത്രയും വേഗം സ്ഥലം വിടാൻ ഒരുങ്ങിക്കൊള്ളണമെന്ന്. അവതക്കുട്ടിച്ചാൻ കണ്ണുമിഴിച്ച് നിൽക്കെ അവൾ തൻ്റെ മുറിയിലേക്ക് ഓടി. സെൽഫോൺ എടുത്ത് ആദ്യത്തെ കോൾ പുനലൂരിലേക്ക്. ആൻസിക്കും റോബിനും, അടുത്തേക്ക് ജോസൂട്ടിയും സാന്ദ്രയും, അതിനടുത്ത കോൾ റാണിക്കും ശോഭിക്കും. എല്ലായിടത്തേക്കും ഓരോ പല്ലവി തന്നെ ആവർത്തിച്ചു. വിവരം അറിയിച്ച ശേഷം അവൾ പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. 2 മണിക്കൂറിനുള്ളിൽ വീട് പൂട്ടി ആൻഡപ്പൻ്റെ കയ്യിൽ താൽക്കോൽ ഏൽപ്പിച്ച് സ്റ്റാൻലിയും അവതക്കുട്ടിച്ചായനും അലീനയും ഇറങ്ങി. കാറിലിരിക്കുമ്പോൾ അലീന അവതക്കുട്ടിച്ചായനോട് പറഞ്ഞു, ഇപ്രാവശ്യം തിരിച്ചു വരുമ്പോൾ ഷെറിനാൻറ്റിയെ കൂടി കൊണ്ടുവരണം കുളുത്തുപുഴയ്ക്ക്. അതെന്തിനാ? അവതക്കുട്ടിച്ചായൻ്റെ നരച്ച പുരുകം വളഞ്ഞു. എനിക്കൊരു കൂട്ട് വേണം. ഷെറിനാൻറ്റിക്കും ഒരു കൂട്ട് വേണം. ആൽബിയും റോബിയും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അവരെക്കാളും അധികാരം അവകാശവും ഉള്ള 2 പേരുണ്ടല്ലോ, എൻ്റെ പപ്പയും വല്യപ്പച്ചനും. തലയിരിക്കുമ്പോൾ വാലിളകണ്ട കാര്യമില്ലല്ലോ, അലീന പറഞ്ഞു. അത് കുടിച്ചാൻ മൗനം അവലംബിച്ചു.